നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടുകടലിൽ നിന്നു കത്തി ചരക്ക് കപ്പൽ, ഒരു മരണം. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തു നിന്നും ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് കണ്ടെയ്നറുമായ ചരക്ക് കപ്പലാണ് തീപിടിച്ചത്. അപകടത്തിൽ ഒരാൾ മരിച്ചു. ഗോവ തീരത്ത് നിന്ന് 80 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഈ സംഭവ വികാസം ഉണ്ടായത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു നടുകടലിൽ ഈ അപകടം സംഭവിച്ചത്. ഇത്തരത്തിൽ നടുകടലിൽ വെച്ച് തീപിടിച്ചിരിക്കുന്നത് ഗോവയിലെ ബദുലിൽ നിന്നുള്ള MV മെഴ്സക് ഫ്രാങ്ക്ഫർട്ട് എന്ന ചരക്ക് കപ്പലിനാണ്. ഈ അപകടത്തിൽ മരിച്ച വ്യക്തി ഫിലിപ്പീൻ സ്വദേശിയാണെന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡ് എത്തിയിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ സംഭവ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, ഈ ഒരു അപകടം അറിഞ്ഞതോടെ സമീപത്തു കൂടി സഞ്ചരിക്കുകയായിരുന്ന മറ്റ് 2 കപ്പലുകൾ കൂടി ഈ ഒരു സ്ഥലത്തേക്ക് തിരിക്കുകയുണ്ടായി. സേനയുടെ ഡോണിയർ വിമാനവും നിരീക്ഷണത്തിനെത്തി. നിരീക്ഷണം തുടരുകയാണ്. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. പ്രതികൂല കാലാവസ്ഥയെ നേരിട്ടും രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നാണ് സേന അധികൃതർ നൽകുന്ന വിവരം. ഈ ചരക്ക് കപ്പലിൽ 21 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് മരിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീ പടർന്നതെന്നാണ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജീവനക്കാർക്ക് തീ അണയ്ക്കാൻ സാധിച്ചില്ല. ഇതോടെ ഇവർ കോസ്റ്റ് ഗാർഡിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഡെക്കിൽ തീ അതിവേഗം പടരുകയായിരുന്നു. മാത്രമല്ല, ഈ അതിവേഗം പടർന്ന തീ മുൻവശത്തുണ്ടായിരുന്ന കണ്ടെയ്നറുകളെ പൊട്ടിത്തെറിക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു. മാത്രമല്ല, കപ്പലിലെ 160 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 20 എണ്ണം തീപിടിച്ചു. ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് അപകടകരമായ ചരക്കുകളാണ് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കാർവാറിലുള്ള ഇന്ത്യൻ നാവികസേന കപ്പലിനോട് സജ്ജരായിരിക്കാൻ അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഒരു കപ്പൽ, ചരക്ക് കപ്പൽ തീപിടിച്ചതും ഒരാൾ മരിച്ചതുമൊക്കെ രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഹെയ്ത്തി തീരത്ത് ബോട്ടിന് തീപിടിച്ചു. 40 പേർ ഈ ഒരു അപകടത്തിൽ മരിച്ചു. കുടിയേറ്റക്കാർ സഞ്ചരിച്ച ബോട്ടിനായിരുന്നു ഇത്തരത്തിൽ തീപിടിച്ചത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബഡി പോർട്ടിൽ നിന്ന് ബുധനാഴ്ചയായിരുന്നു ബോട്ട് യാത്ര തിരിച്ചത്. ടർക്സ് ആൻഡ് കൈക്കോസ് ദ്വീപിലേക്കുള്ള യാത്രയിലായിരുന്നു ബോട്ട്. ഈ പരിക്കേറ്റ 11 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.